കർക്കിടക മാസത്തിലേ പത്തില തോരൻ കഴിക്കണമെന്നൊക്കെയാ പറയുന്നത്. ഉള്ള ഇല വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വീട്ടിൽ പോയപ്പോൾ കുറച്ച് മത്തയില കിട്ടി. അത് കൊണ്ടുവന്ന് ഇതിനകത്ത് ഈ നാര് പോലൊരു സാധനമുണ്ട്. അത് വലിച്ച് കളഞ്ഞിട്ട് എളുപ്പമാ കളയാന്. കൈ വെച്ച് ഇങ്ങനെ തിരുമ്മി കൊടുക്കണം. കാരണം അതിനകത്ത് മുള്ള് മുള്ള് പോലൊരു സാധനം ഉണ്ടല്ലോ. അപ്പം അത് നന്നായിട്ട് അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് ഇത് വൃത്തിയായിട്ട് ഞാൻ കഴുകി. നല്ല വൃത്തിയുള്ള സ്ഥലത്ത് കിടന്നയാണെങ്കിൽ നിലത്തൊക്കെ കിടക്കുന്നതല്ലയോ. എന്നിട്ട് കഴുകി അതിന്റെ വെള്ളം എല്ലാം പോയിട്ട് കുനുകുനാന്നങ്ങ് അരിഞ്ഞെടുത്തേ. എനിക്കിത് ഈ ഇലയൊക്കെ അരിയാൻ പാട്. എൻ്റെ കൈക്കൊരു വേദനയാ. പക്ഷെ ഇത് ഞാനങ്ങ് ചെയ്ത്. സാധാരണ ഇതൊക്കെ അരിഞ്ഞു തരുന്നത് എൻ്റെ അമ്മായിയമ്മയാട്ടോ. പിന്നെ തേങ്ങ, ഉണ്ടമുളക്, കാന്താരി, വെളുത്തുള്ളി, ജീരകം അരയ്ക്കത്തില്ല കേട്ടോ. ഒരിലയ്ക്കും ഞങ്ങളാരും ജീരകം അരയ്ക്കത്തില്ല. ഇടമണ്ണുള്ള എൻ്റെ വീട്ടുകാര്. പിന്നെ എന്നിട്ട് പകരം വെളിച്ചെണ്ണയ്ക്ക് പകരമേ തുള്ളി നെയ്യ് അങ്ങോട്ട് ഒഴിച്ചിട്ടാ ഞാൻ കടുക് വറക്കുന്നത്. നെയ്യ് ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയും ഉണ്ട് കേട്ടോ. ചില ഐറ്റങ്ങൾക്ക് നെയ്യ് ഒഴിച്ച് കടുക് വറുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ കടുക് ഇടണ്ട. ഞാൻ അരിയാണ് ഇട്ടത്. ചില തോരന് നമ്മൾ ഉഴുന്ന്, ചിലതിന് അരി. എൻ്റെ അമ്മൂമ്മയൊക്കെ ചെയ്യുന്ന കണ്ട് ഞാൻ പഠിച്ചതാ. ഈ ഇലത്തോരൻ്റെ കൂടെ ഈ കടുവിന് പകരം ഈ അരിയൊക്കെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടായിരിക്കും ഇടുന്നത്. അരച്ചുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അരച്ചിട്ടേ നമ്മൾ തോരൻ ഈ ഇല കടുക് വറുത്ത് വിടാവുള്ളൂ. കാരണം ഈ അരപ്പിന്റെ വെള്ളം മതി. ആ ചെറിയ തുള്ളി വെള്ളം ഞാൻ കല്ലിലല്ലേ അരച്ചത്. തുള്ളി കണ്ടോ, ഈ തുള്ളി വെള്ളത്തിനകത്ത് ഇതങ്ങ് വെന്തോളും. അത്യാവശ്യം നല്ല വേവുണ്ട് ഇതിന് കേട്ടോ. ചീര പോലെയല്ല, കുറച്ച് വേവുണ്ട്. ഒരു 10 മിനിറ്റോളം ആവിയിൽ നന്നായിട്ടിരുന്ന് വേവണം. ഞാൻ ഒറ്റയ്ക്കാ വീഡിയോ എടുക്കുന്നത്. മക്കൾ ഉറക്കമായിരുന്നു. അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. ഒരു കയ്യിൽ ക്യാമറ, അടുത്ത കയ്യിൽ പാചകം. അപ്പം എങ്കിലും ഒരു എന്നെ കൊണ്ട് പറ്റുന്ന രീതി എടുത്തിട്ടുണ്ട്. അപ്പം വെന്ത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് ആയി കാണുവേ. ചെറിയ തീയിലായിട്ടത്. അതിൻ്റെ ഈ തവിയുടെ കണഭാഗം വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ചക്കക്കുരു ഇട്ടാൽ അതിലേറെ ടേസ്റ്റാണ്. പക്ഷെ ചക്കക്കുരു ഇല്ലായിരുന്നു. എൻ്റെ മക്കൾക്കും ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഒന്ന്